ണ്ട് അവിടെ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. ഏറ്റവും അവസാനമായും ഒരുപക്ഷെ തിങ്കളാഴ്ച ഇന്നുകൊണ്ട് ഏതാണ്ട് പരിശോധന അതിൻ്റെ പൂർണ്ണഘട്ടത്തിലാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. 7ാം ദിവസം ഇന്ന് കൊണ്ട് പിന്നിടുകയാണ്. ദുരന്ത ബാക്കിയായി ഒരുപാട് അനവധി കാര്യങ്ങൾ അവിടെയുണ്ട്. ആ ദുരന്ത ഭൂമിയിൽ നമുക്കറിയാം, ഈ മരണം അറിഞ്ഞവരുടെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങൾക്കടക്കമില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഒരു ഔദ്യോഗികമായ ഒരു കണക്ക് ഇതിൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കാരണം കാണാതായവരുടെ എണ്ണം നിരവധിയാണ്. അവരെക്കുറിച്ചൊക്കെ അറിവ് ലഭിക്കാനുണ്ട്. അടികൾ 20 അടിയോളം 20 അടിയോളം പൊക്കത്തിലൊക്കെ മണ്ണും ചെളിയും പാറക്കല്ലുകളും നിറഞ്ഞ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി ഏതാണ്ട് പൂർണ്ണമായും മാറിയ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതുകൊണ്ട് തന്നെ ഇനിയും ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് അതീവ ദുഷ്കരമായ പ്രവൃത്തിയാണ്. 15 അടിയോളം താഴ്ചയിൽ അടക്കം ഈ എന്തെങ്കിലും സാന്നിധ്യമുണ്ടെങ്കിൽ, മനുഷ്യ സാന്നിധ്യമോ ജീവൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും സാന്നിധ്യമുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള കാര്യങ്ങൾ കൂടി, അത്തരം സംവിധാനങ്ങൾ കൂടി, റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ കൂടി നമുക്കുണ്ട്. അതനുസരിച്ചുള്ള പരിശോധനകൾ ഇന്നും തുടരുമെന്നാണ് മനസ്സിലാകുന്നത്. അത് പക്ഷെ അപ്പോഴും അതിലും ചില പരിമിതികളുണ്ട്. 20 അടിക്ക് മുകളിൽ മണ്ണ് അടിഞ്ഞ പല പ്രദേശങ്ങളിലുമുള്ള ഈ പ്രശ്നമാണ് പ്രധാനമായും ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യമായ മാർഗങ്ങളും സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഇപ്പോൾ 7 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പട്ടാളത്തിൻ്റെ സാന്നിധ്യമുണ്ട് അവിടെ, ആർമിയുടെ സാന്നിധ്യമുണ്ട്. അവരും അവരുടെ സംയുക്തമായ മറ്റുള്ളവരുമായി ചേർന്നുള്ള സന്നദ്ധ സംഘടനകളുമായി ചേർന്നുള്ള ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. പോലീസുണ്ട്, ഫയർഫോഴ്സിൻ്റെ സ്തുത്യർഹമായ സേവനം അവിടെ ആ ദിവസം മുതൽ തന്നെയുണ്ട്. അങ്ങനെ പ്രതീക്ഷയുടെ അവസാന കണിക വരെ തിരയും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. MG മിഥുൻ അവിടെയുണ്ട്. മിഥുൻ ഇപ്പോൾ അവിടെ വയനാട്ടിൽ ഈ ദുരന്തത്തിന് ശേഷം എത്തുന്നത് ആദ്യമായാണ്. നമ്മുടെ VV അരുണും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം. അരുണ് മടങ്ങി, അതിനുശേഷമാണ് മിഥുൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. മിഥുൻ ഈ പ്രദേശമൊക്കെ പരിചയമുള്ള ആൾ കൂടിയാണ്. ഒരു ടൂറിസ്റ്റായെങ്കിലും ഈ വയനാട് മേഖലയിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ അത് ആദ്യമായി കാണുമ്പോൾ വല്ലാതെ മിഥുനെ വിഷമിപ്പിക്കുന്നുണ്ട്, അമ്പരപ്പിക്കുന്നുണ്ട്. ഒരു പ്രദേശം ഇങ്ങനെ ആയോ എന്നുള്ള ചിന്തയൊക്കെ വല്ലാതെ ബാധിക്കുന്നുമുണ്ടല്ലേ? ഇത് തീർച്ചയായും, അതായത് ഈ ദുരന്തമുഖത്തേക്ക് ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് നമ്മൾ എത്തിയത്. ഇന്നാണ് ഇപ്പോൾ ഈ രാവിലെയാണ് നമ്മൾ ഇവിടേക്ക് അല്പസമയത്തിന് മുമ്പാണ് ഈ മേഖലയിലേക്ക് എത്തിയത്. ഈ ദുരന്തമുണ്ടായിട്ടുള്ള ഈ പ്രദേശത്തേക്ക് എത്തിയത്, ഈ ബേലിപ്പാലമുള്ള ഈ സമീപ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ ഈ കാണുമ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടതല്ലാതെ നേരിട്ട് ഇത് കാണുമ്പോഴുള്ള ഒരു വ്യാപ്തി അത് എത്രത്തോളം എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായത്. കാരണം ഈ മേഖലയിലൊക്കെ തന്നെ വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു. ഒപ്പം തന്നെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. ആ വീടുകളെല്ലാം തന്നെ പൂർണ്ണമായും ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ സങ്കടപ്പെടുത്തുന്ന പ്രദേശം. അതൊപ്പം തന്നെ ഈ ചൂരൽമല, ഈ പുത്തുമല അടക്കമുള്ള പ്രദേശങ്ങളിലൊപ്പം തന്നെ ഇതിനപ്പുറത്തേക്ക് 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് 900 കണ്ടി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വലിയ രീതിയിൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശങ്ങൾ കൂടിയായിരുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ 2 മാസം മുമ്പ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ വോട്ട് വണ്ടി എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലൊക്കെ തന്നെ വരികയും ഒപ്പം തന്നെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു ഇവിടെ. ആ സമയത്ത് നമ്മൾ നിന്ന് റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലെ പകുതി ഭാഗവും ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ വന്നപ്പോൾ അത്രയും ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്, അത്രയും വലിയ ദുരന്തത്തിലേക്ക്. കാരണം VV അരുണും ഉൾപ്പെടെയുള്ള നമ്മുടെ സംഘം നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക്, അതായത് പൊട്ടിയിട്ടുള്ള ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്റർ അപ്പുറത്താണ് ഇതിന്റെ ഒരു ഉത്ഭവ പ്രദേശം. അതായത് ഇത് പൊട്ടി വന്ന പ്രദേശം അവിടെയാണ്. അവിടെയൊക്കെ വലിയ രീതിയിൽ, അതായത് ആദ്യം 1:30 മണിക്ക് ഉണ്ടാകുന്നു ഈ ഒരു ആദ്യ പൊട്ടലുണ്ടാകുന്നു. ആ സമയത്ത് പ്രദേശത്തുള്ളവരൊക്കെ തന്നെ ജാഗ്രതപുറത്തെയും ഒപ്പം തന്നെ മുകളിലേക്ക്, അതായത് നമ്മുടെ ഈ ഡ്രൈവറും ഒപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ഈ ആളുകളും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവർ പറയുന്നത് ആ സമയത്തേക്ക് ഇവരൊക്കെ ഓടി മാറുകയും ഒപ്പം തന്നെ ജീപ്പിൽ നിന്ന് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്താനുള്ളൊരു ശ്രമമൊക്കെ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ രണ്ടാമത്തെ ഈ ഉരുൾപൊട്ടിയതോടുകൂടിയാണ് അത് വലിയ വ്യാപ്തിയോടുകൂടി സെക്കൻഡുകൾക്കുള്ളിൽ, അതായത് ഫോൺ എടുത്ത് ഒരാളെ വിളിക്കുന്നതിന് മുമ്പ് ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇവയെല്ലാം പൊട്ടിയൊലിച്ച് ഈ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി എന്ന് പറയുന്ന ആ സ്ഥലം ഉൾപ്പെടെ ഒഴുകി പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഈ പ്രദേശത്ത് ചെറിയൊരു അരുവിയുണ്ടായിരുന്നു. അതായത് അതായത് ഈ ചാലിയാറിലേക്ക് പോകുന്ന ഒരു അരുവിയായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എവിടെയാണ് എന്നറിയാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മളിപ്പം ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇപ്പോൾ കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് എന്നാണ്. ഞാനിവിടുത്തെ കച്ചവടക്കാരനാണ്. ഞങ്ങളിവിടെ 70ഓളം കടകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഏകദേശം താഴെ സൈഡ് കണ്ടല്ലോ, പൂർണ്ണമായിട്ടും പോയി. മേലെ സൈഡിൽ ചളിയൊക്കെ കയറി അതും ഭാഗികമായിട്ട് അതും നശിച്ചു. പക്ഷേ അതിൽ കൂടുതൽ ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉരുൾപൊട്ടലിൽ ബാധിച്ച ആളുകളെ മാത്രം ആശ്രയിച്ചുള്ളതാണ് ഈ ചൂരൽമല ടൗൺ. അവർ പിന്നെ പോയതുകൊണ്ട് നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സും ആണ് പോയിരിക്കുന്നത്.
മാത്രമല്ല നമ്മൾ ഇനിയൊക്കെ ഈ ഒരു സ്ഥാപനമൊക്കെ തുറന്നിട്ട് നമുക്ക് ഒരു 100 രൂപയുടെ കച്ചവടം പോലും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതും അതിന്റെ കൂടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് ഇവരുമായിട്ടാണ്, ഈ നമ്മൾ മരിച്ച ആളുകളായിട്ട്. അതിൽ ഞങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ 15 വർഷമായിട്ട് ഇവിടെ കച്ചവട ഫീൽഡിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളുകൾ ഇവരായിട്ടാണ്. അതിൽ കൂടുതൽ ഞങ്ങളെ കൂടെ പഠിച്ച ആളുകളുണ്ട്, ഞങ്ങളുടെ ഫാമിലീസ് ഉണ്ട്. കച്ചവടക്കാരിൽ തന്നെ എൻ്റെ തൊട്ട് അയൽവാസി മരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള താഴെയുള്ള ഈ വീട് 2-3 വീട്, അതുപോലെ മുണ്ടക്കായി ഞങ്ങളൊരു 7ഓളം കടകളിൽ അവരെ പൂർണ്ണമായും കുടുംബങ്ങളൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവരെന്താണ് പറയുന്നത്? അതായത് ഇനി എങ്ങനെയുള്ള തെരച്ചിലാണ്? അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാം, കാരണം എവിടെയൊക്കെയായിരുന്നു ആ വീടുകൾ ഉണ്ടായിരുന്നത്, ഏതൊക്കെ പ്രദേശങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്, എത്രത്തോളം ആളുകളൊക്കെ ഉണ്ട് എന്ന് ഒരു ഏകദേശ കണക്കെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലേക്കാണ് ഇനി പോകുന്നത്. കാരണം വെള്ളാർമല അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു വില്ലേജ് കേന്ദ്രീകരിച്ച് എവിടെയാണ് എക്സാക്ട് വീട് അല്ലെങ്കിൽ ലൊക്കേഷനൊക്കെ കണ്ടെത്തി ആ ഭാഗങ്ങളിൽ നിന്ന് ഈ മണ്ണും ഒപ്പം തന്നെ കല്ലും ഒക്കെ നീക്കം ചെയ്ത് തെരച്ചിൽ നടത്തുക. അതായത് കാരണം നമുക്ക് ഇനി ഒരു പ്രതീക്ഷയില്ല, കാരണം ഇത്ര ദിവസത്തോളമായി എങ്കിൽ പോലും തന്നെ ആ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങൾ അതെങ്ങനെയാണ് ഈ ഒരു കാരണം ഇത്രയധികം ആളുകൾ വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. ഇത്ര ഈ 900 കണ്ടി അടക്കമുള്ള പ്രദേശങ്ങൾ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ ടൂറിസ്റ്റുകളുമൊക്കെ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ? ഈ സമയത്ത് ഇതിന് മഴ തുടങ്ങുന്നതിന്റെ 2 ദിവസം ഒരു ദിവസം കറക്റ്റ് ഒരു ദിവസം മുമ്പാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ പറഞ്ഞത്. അത് സ്വമേധയാ നിർത്തിയതിന്റെ പുറമെ അന്ന് തന്നെ വൈകുന്നേരം പഞ്ചായത്തിന്റെ ഒരു ഉത്തരവ് ഇറങ്ങി, ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നും പ്രവർത്തിക്കരുതെന്ന്. ഞാനൊക്കെ ഇവിടെ അട്ടമല ക്ലാസ് പിടിച്ചിട്ടൊരു പ്ലേസ് ഉണ്ടായിരുന്നു, അവിടെ വർക്ക് ചെയ്യുന്നതായിരുന്നു. അവിടെ ഞങ്ങളിവിടെ കടകളിലുമായിട്ട്. അപ്പോൾ അത് അന്ന് രാത്രിയാണ് ശരിക്കും ഇത് പൊട്ടുന്നത്. ഇതിൽ ശരിക്കും നമ്മൾ ഈ കാണുന്ന മേലഭാഗത്തെ വീടുകൾ ഒക്കെ അവിടെയൊക്കെ തെരഞ്ഞാലും സാധ്യത വളരെ കുറവാണ്. ഞങ്ങളൊരു ഇത് വെച്ചിട്ട് കൂടുതൽ ആൾക്കാരെ കിട്ടിയത് ഈ ഭാഗത്തു നിന്നാണ്. ഈ പുഴ നേരെ ഈ പുതിയ വില്ലേജ്, ഇത് ചാലിയാറിലേക്ക് എത്തണമെങ്കിൽ കുറേ പോവാണ്. ഇവിടുന്ന് പുതിയ വില്ലേജ് റോഡ് ഇങ്ങനെ കറങ്ങിയിട്ട് അതുവഴി പോകുമ്പോൾ അവിടെയുള്ള കാപ്പിത്തോട്ടങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ ഈ മൃതദേഹങ്ങൾ അടിച്ചു കയറിയിട്ടുള്ളത്. അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് താഴ്ഭാഗത്തു നിന്നാണ്. ഇനി സാധ്യത ഉള്ളതും ഒരു കുറഞ്ഞ ശതമാനം ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉള്ളത് താഴ്ഭാഗത്ത് മാത്രമാണ്. ഇവിടെ കുറഞ്ഞതൊക്കെ കിട്ടിയ അങ്ങനെയൊക്കെ ഒരു ചാൻസ് അത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ താഴ്ഭാഗത്ത്, പിന്നെ ചാലിയാറിലാണ് ആ ഭാഗത്തൊക്കെ. പിന്നെ കൂടുതൽ ഇനി കിട്ടുമെന്നും ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഞങ്ങളൊക്കെ ഫാമിലീസിൽ തന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ തന്നെയുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് മുകൾ ഭാഗത്തേക്കാണ് ഇപ്പോൾ തെരച്ചിൽ വ്യാപിപ്പിക്കുന്നത്. ചൂൽമല പ്രദേശത്ത് ഒന്നുകൂടി, അതായത് അവസാന ഘട്ടം എന്നുള്ള രീതിയിൽ ഒരിക്കൽ കൂടി ഒന്ന് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പം ആ സമയത്ത് ആ പ്രദേശങ്ങളൊക്കെ 40 അടിയോളം മണ്ണുകളും കല്ലുകളും ഒക്കെ അത് വലിയ രീതിയിൽ ഒരു ദൌത്യത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും തന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് കൂടെ കൂടുതൽ തെരച്ചിൽ നടത്തണം. അവിടേക്ക് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ടോ? അവിടേക്ക് ഇപ്പോൾ ഒരുപാട് തെരച്ചിൽ നടത്തുന്നുണ്ട്. അവിടേക്ക് ഇപ്പോൾ പറയാൻ കഴിഞ്ഞാൽ നമുക്ക് സേനകൾ കംപ്ലീറ്റ് താഴോട്ടാണ്, റെസ്ക്യൂ ഏരിയകളാണ് അവർ തിരയുന്നത്. പിന്നെ ഒരുപാട് മെഷീൻസ് ഉപയോഗിച്ച് റഡാർ അടക്കം ഉപയോഗിച്ചിട്ട് തിരയുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഇന്നലെയൊക്കെ കിട്ടിയതിൽ കൂടുതലും താഴെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ മണ്ണ് മാറ്റിയാൽ ഇവിടെ ഈ പോയ മണ്ണ് ഇത്രയും ഒന്നും അവശേഷിക്കാണ്ടാണ് ഇത്. ഇവിടെ നിന്നല്ല മുണ്ടക്കായുള്ള ആളുകൾ നിലമ്പൂരിൽ എത്തണമെങ്കിൽ അപ്പോൾ ഇവിടെ അല്ല ആളുകൾക്ക് സാധ്യത വളരെ കുറവാണ്. പിന്നെ വീടിന്റെ സൈഡിലുള്ള ആളുകളൊക്കെ ആണ് ചാൻസ് ഉള്ളതെങ്കിൽ അവരൊക്കെ ഏകദേശം നമുക്ക് കിട്ടിയതായിട്ടാണ് നമ്മളൊരു ഇതിൽ കണക്കൂട്ടുന്നത്. അപ്പൊ ഇനി കൂടുതലും താഴോട്ട് മാത്രമാണ് ഇനി ചാൻസ് ഉള്ളത്. ഇത് ഈ പറയുന്നത് പോലെ തന്നെ പ്രദേശവാസികളൊക്കെ പറയുന്ന പോലെ തന്നെ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. എത്രയാണ് എക്സാക്ട് കണക്കെന്ന് അവർക്ക് പോലും അറിയില്ല. കാരണം അവർ ഒരു ദിവസം രാത്രി കടയടച്ചിട്ട് പോവുകയാണ്. പിറ്റേന്ന് വരുമ്പോൾ ഈ ദുരന്തമുഖത്ത് ഇത്രയും രീതിയിൽ സ്ഥലങ്ങളൊക്കെ പൂർണ്ണമായും ഒലിച്ചു പോകുന്നു, സ്ഥാപനങ്ങളൊക്കെ പൂർണ്ണമായും ഒലിച്ചു പോകുന്ന തരത്തിലേക്ക് അത്രയും ദുരന്തപൂർണ്ണമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ കണ്ടിരുന്ന ആ ഒരു കാഴ്ച ഇത്രയും ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം നമ്മൾ ദൃശ്യങ്ങളിലൂടെ മാത്രമായിരുന്നു ഇത് കാണുകയും ചെയ്തത്. അത്രയും വലിയ ദുരന്തം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് പൂർണ്ണമായും ഈ ഭാഗം മുഴുവൻ ഒലിച്ചു പോയിരിക്കുന്ന രീതി അത്രത്തോളം ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതായത് ചൂരൽമല കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമുണ്ട്. അവിടെ റഡാർ ഉപയോഗിച്ചുകൊണ്ട് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സിഗ്നൽ ലഭ്യമായി അവിടെ നിന്നുള്ള കല്ലും മണ്ണും ഒക്കെ മാറ്റി മറ്റു മൃതദേഹങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള
ഒരു പ്രതീക്ഷയാണുള്ളത്. ഒപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പേരെ കണ്ടെത്തിയത് ഈ താഴെയുള്ള ഭാഗത്തു നിന്നാണ്. ആ ഭാഗത്തേക്ക് കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ നിലവിൽ ഈ ഒരു NDRFന്റെ നേതൃത്വത്തിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. അതിന്റെ സൈഡ് ഭാഗത്തേക്ക്, അതായത് ഇവിടെ അങ്ങോട്ടൊക്കെയുള്ളതെല്ലാം തന്നെ തേയിലത്തോട്ടങ്ങളാണ്. ആ തേയിലത്തോട്ടത്തിന്റെ ഭാഗങ്ങളിലേക്ക് അതിന്റെ ഒരു ഭാഗം ഒലിച്ചു പോയിട്ടുണ്ട്. ആ ഭാഗത്ത് സൈഡുകളിലൊക്കെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ണടിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ നിന്ന് മണ്ണ് മാറ്റുന്ന ആ വേളയിലൊക്കെ തന്നെ അവിടെ നിന്ന് മൃതദേഹങ്ങൾ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തണം, അവിടെ തെരച്ചിൽ നടത്താനുള്ള ഒരു നീക്കത്തിലേക്കാണ് എന്തായാലും ഇപ്പോൾ പോകുന്നത്. ഒപ്പം തന്നെ ഇളാമല വില്ലേജ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിരവധി കല്ലുകളും മണ്ണുകളും ഒപ്പം തന്നെ ഈ വീടിന്റെയും കെട്ടിട അവശിഷ്ടങ്ങളും ഒക്കെ തന്നെ വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് അവ നീക്കം ചെയ്തുകൊണ്ട് ആ പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുകയും ചെയ്യും. എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള, വളരെ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള കാഴ്ച, അത്രയും സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് രഞ്ജിത്ത് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ ഈ കണ്ടെത്തിയ 67ഓളം മൃതദേഹങ്ങളുണ്ടായിരുന്നു. ആ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവയെല്ലാം ഒരുമിച്ച് സംസ്കരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും രാത്രി 8 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. 8 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരെയുള്ള പുത്തുമല എന്ന പ്രദേശത്താണ് ഈ ഒരു പുത്തുമലയിലാണ് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തത്. സർവ്വമത പ്രാർത്ഥനകളോടുകൂടി രാത്രി വൈകിയാണ് 10:30 മൃതദേഹങ്ങൾ അവിടെ എത്തിച്ച് സർവ്വമത പ്രാർത്ഥനയോടുകൂടി ഏകദേശം 1 മണിയോടുകൂടിയാണ് ഇതിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കാനും സാധിക്കുകയും ചെയ്തത്. അത്രത്തോളം സങ്കടകരമായിട്ടുള്ള, അത്രയും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും തന്നെ നമ്മളെയും വലിയ രീതിയിൽ ഭീതിയിലാഴ്ത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഈ പ്രദേശം, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ബേലിപ്പാലം സ്ഥാപിച്ചിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ മാത്രം നിരവധി ഏകദേശം 70ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അല്പസമയത്തിന് മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയ ഈ പ്രദേശവാസി പറഞ്ഞിരിക്കുന്നത്. ആ 70ഓളം കുടുംബവും ഇവിടെ നിന്ന് പൂർണ്ണമായും അവരുടെ വീടുകളും മറ്റും ഒലിച്ചു പോവുകയും പൂർണ്ണമായും അവരെ കാണാൻ പറ്റാത്ത രീതിയിലേക്ക്, അതായത് പിന്നീട് അവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ, തലേ ദിവസം കടയടയ്ക്കുന്നതിന് മുമ്പ് താൻ കണ്ട് സംസാരിച്ചിരുന്ന ആളുകളിൽ പലരും പിറ്റേ ദിവസത്തേക്ക് വന്നപ്പോൾ ആ പ്രദേശമോ അല്ലെങ്കിൽ ഈ സ്ഥലമോ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അത്രയും സങ്കടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം. എന്തായാലും തെരച്ചിൽ ഇന്നത്തെ ആരംഭിച്ചിട്ടുണ്ട്. 7ാം ദിവസത്തെ തെരച്ചിലുകൾ തുടരുകയാണ്. അവസാനഘട്ട ശ്രമം എന്നുള്ള രീതിയിൽ ഇന്ന് പല മേഖലകൾ, പല സോണുകൾ തിരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് നടത്തുന്നത്. എന്തായാലും ഈ പാറകളുമൊക്കെ മാറ്റി ആ പ്രദേശങ്ങളും ഒപ്പം തന്നെ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചും, അതായത് താഴേക്ക് ഒഴുകിപ്പോയിട്ടുള്ള ഈ മണ്ണിടിഞ്ഞ് ഒഴുകിപ്പോയിട്ടുള്ള പ്രദേശങ്ങളിലെ പല സൈഡുകളിലും കേന്ദ്രീകരിച്ച് കാപ്പിത്തോട്ടം, ഈ പറയുന്ന തേയിലത്തോട്ടങ്ങളിലൊക്കെ സൈഡുകളിലുമൊക്കെ തന്നെ അവിടെ മണ്ണ് കൂടിക്കിടപ്പുണ്ട്. ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ ഇന്ന് പരിശോധന തുടങ്ങും.